എന്നാ മുറുക്കാൻ അകത്തിരുന്ന് കഴിക്കാം. വാ. അതൊക്കെ നടക്ക്. അമ്മേ, ഞാൻ കുളിക്കാൻ പോവാട്ടോ. ചെന്ന് നോക്കാം. കേറി ഞാനല്ല ഈ തള്ളി വിടുന്നു. ജോണിച്ച, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ എന്താ ഇന്ന് കോളേജിൽ പോയില്ലേ? വീട്ടിൽ കല്യാണാലോചന മുറുകി ഒരു തടിച്ചിത്താളെയും മോനും കൂടി ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയാ അവരുടെ മോനെ കൊണ്ട് എന്നെ കെട്ടിക്കണമെന്നാ പപ്പയ്ക്കും മമ്മിക്കും അവര് ബോധിച്ച മട്ട. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എന്നിട്ട് എന്താ തീരുമാനം? എപ്പോഴാന്ന് പറഞ്ഞാ ഞാൻ ഇറങ്ങി വരാം. ആ വീട്ടിൽ നിൽക്കാൻ പോലും എനിക്ക് പേടിയാ. എൻ്റെ പപ്പയെ അറിയാലോ, എനിക്ക് അങ്ങേരെ അത്ര വിശ്വാസമില്ല. ജയിക്കാൻ വേണ്ടി എന്ത് കളി കളിക്കാൻ ഒരു മടിയില്ലാത്ത ആളാ. പറ ജോണി, ഞാൻ എന്താ വേണ്ടത്? നിനക്ക് വേറെ ഒന്ന് ചോദിക്കാല്ലേ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ എന്നെ കാണുമെന്ന് പറഞ്ഞു കേട്ടു. ഇവിടെ ഞാൻ വീണ്ടും വികാരിയായി വന്നു അറിഞ്ഞിട്ടും എന്നെ ഒന്ന് വന്ന് കാണാൻ നിനക്ക് തോന്നിയില്ലല്ലോ. നിന്നെ ഒന്ന് കാണണമെങ്കിൽ ആരെങ്കിലും പറഞ്ഞു വിടേണ്ട അവസ്ഥയിലായി പോയല്ലോ ഞാൻ. അല്ലാതെ ബൈബിളിലെ മുടിയനായ പുത്രന്റെ കഥ പോലെ നീ മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നൊന്നുമല്ലല്ലോ. അച്ഛൻ്റെ ഉപദേശം തയ്ക്കാനായിട്ടാ ഞാൻ ഇങ്ങോട്ട് വരാത്ത. എന്തുവാ? ഒന്നുമില്ല, അച്ഛൻ വിളിച്ച കാര്യം പറ. അല്ലേലും ലോകത്ത് ഒരുത്തനെയും ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. നന്നാവണമെങ്കിൽ അവനോന് തന്നെ തോന്നണം. അതിന് മാത്രം ഞാൻ എന്ത് ചെയ്തെന്ന് അച്ഛനീ പറയണേ? നീ എന്തിനാ നടുറോട്ടിൽ കിടന്ന് തല്ലുണ്ടാക്കിയത്? അതും ആ എൽദോ ആയിട്ട്. അത് പിന്നെ മരിയായ എൽദോ ശല്യം ചെയ്തപ്പോ. ജയിലിൽ നിന്ന് എത്തുന്ന അപ്പനെ കൊല്ലൂന്ന് വീണ്ടും വീരവാദം ഇറക്കുന്നു കേട്ടല്ലോ. ആണോടാ മോനെ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, മനുഷ്യ ജീവിതത്തിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല ആർക്കും. പണ്ടൊരിക്കൽ കൺമുമ്പിൽ വെച്ച് അമ്മ കൊല ചെയ്യപ്പെടുന്നത് കണ്ടവനാ നീ. അതുമൂലം അപ്പൻ ജയിലിലും. എല്ലാവരും കുരുത്തം കെട്ടവനെന്ന് വിളിക്കുന്നത് നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നൊരു പെൺകുട്ടിയുണ്ട്. അവളുടെ സ്നേഹം നീ അവഗണിക്കരുത്. നീ പിന്നെയും പഴച്ചു പോകാതെ നോക്കാൻ ദൈവത്തിൻ്റെ കരുതലാവും അത്. എനിക്കറിയാച്ചോ, ദിക്കറിയാതെ പെരുവഴിയിൽ ഒറ്റപ്പെട്ടു പോയ 10 വയസ്സുകാരൻ്റെ മനസ്സ് അച്ഛനറിയാലോ. അന്നൊരു കൈത്താങ്ങായത് അച്ഛനും പിന്നെ സാന്ത്വനമായ അവളും. പക്ഷേ ഈ കുരുത്തം കെട്ടവന് നിങ്ങളെ രണ്ടുപേരെയും ധിക്കരിക്കേണ്ടി വരും. ജോണി, എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ എല്ലാം മറന്ന് അവളും ഒത്തിരി ജീവിത സ്വപ്നം കാണാൻ തുടങ്ങുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലൊരു നീറ്റിലായി തെളിയുകയാണച്ചോ മരിച്ചു കിടക്കുന്ന എൻ്റെ അമ്മച്ചിയുടെ മുഖം. കഴിഞ്ഞത് കഴിഞ്ഞില്ലേ. ചെയ്ത തെറ്റിന് അവൻ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഉർമീസനെ ചെന്ന് കണ്ടിരുന്നു. അവന് നല്ല പശ്ചാത്താപമുണ്ട്. നീയും മരിയയും ഒത്ത് നല്ലൊരു ജീവിതം നടന്നു കാണാൻ ഇപ്പോൾ അവനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നീ സൂക്ഷിക്കണം. ആ ആൻഡ്രൂസ് എന്നെ വന്ന് കണ്ടിരുന്നു. അയാളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. നിനക്ക് ദോഷം വരുന്ന എന്തോ ചിലത്.